ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാര് എവിടെയുണ്ടോ അവിടേക്ക് പണം വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് നക്ഷത്രക്കാരാന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ചില രഹസ്യങ്ങളുണ്ട്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ ഇന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു. അവരുടെ പേരും നമ്പറും എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞാനീ പറയുന്ന കാര്യം സാർ വീഡിയോയിൽ പറയണം, ഇനി ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ സ്വർണ്ണപ്പണയം എടുക്കാൻ വേണ്ടി ഒരു മന്ത്രം പറഞ്ഞായിരുന്നു. ആ മന്ത്രം അവർ ചെയ്തു. അവർക്ക് 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം എടുക്കാൻ സാധിച്ചു. അത് എന്നോട് പറഞ്ഞു, സാറേ ഈ വീഡിയോ പറയണം, എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. അപ്പം ഞാൻ അവർക്ക് ഞാൻ പറഞ്ഞ അവർ ചെയ്ത ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. ഇത് സ്വർണ്ണപ്പണയം എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് സ്വർണ്ണപ്പണയം എടുക്കാൻ പറ്റും. അവരുടെ 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം എടുത്ത് 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം. പിന്നെ അതോടൊപ്പം ഇത് ഒരു കൊല്ലം ജപിച്ചാൽ വലിയ സമ്പത്തിന് ഉടമയാകും. അങ്ങനെയും കൊണ്ടുള്ളതിന് ഈ മന്ത്രം വേറെ ആരും പറഞ്ഞു തരത്തില്ല. മന്ത്രം കേൾക്കുമ്പോൾ അറിയാം. വേറെ ആരെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ഈ മന്ത്രം കേൾക്കുമ്പോൾ അറിയാം. ഇതിന് അത് ചെല്ലേണ്ട ഒരു രീതിയുണ്ട്. ചുമ്മാ അങ്ങനെ ആർക്കും കൈവെക്കാൻ പറ്റിയ മന്ത്രമല്ലത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചിട്ടി അടിക്കാൻ വേണ്ടി ഞാനൊരു മന്ത്രം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു. അതിൻ്റെ വീഡിയോയുടെ തമ്പനയിലിൽ ഒരു മഹർഷിയുടെ ഫോട്ടോയാണ്, ഫോഗർ മഹർഷിയുടെ. അത് 1-2 ദിവസം ആയുള്ളൂ. അത് ആവശ്യമുള്ളവർ പുറകോട്ട് പോയി കാണുക. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൻ്റെ ലിങ്ക് കൂടി ഇടാം. ആ കുറിച്ചിട്ടിയുടെ ആ മന്ത്രം അവർ എഴുതി വെച്ച് അത് കഴിഞ്ഞ അടുത്ത ദിവസം കുറിച്ചിട്ടി അടിച്ചു എന്ന് എനിക്കൊരാൾ മെസ്സേജ് ചെയ്തു. അവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല. വലിയ സന്തോഷം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കുറിച്ചിട്ടി അടിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം, അത് 2 ദിവസം മുമ്പ് അത് ഇട്ടത്. അത് ഒരുപാട് അനുഭവങ്ങൾ ആവർത്തിക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ആ മന്ത്രം ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. പിന്നെ കിട്ടാക്കടം കിട്ടാൻ ചില കാര്യങ്ങളുണ്ട്. നാഗരാജാവിന് ചില കാര്യങ്ങൾ, നാഗയക്ഷിയമ്മയ്ക്ക് ചില കാര്യങ്ങൾ, അതുപോലെ കൃഷ്ണന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ശിവൻ ഒരു പ്രത്യേക മന്ത്രം ജപിച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ കിട്ടാക്കടം കിട്ടാൻ വേണ്ടി ഉപകരിക്കും. അപ്പോൾ ഞാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ പ്രേമത്തിലാണ്, അല്ലെ പിന്നെ ഒരു മോശമായ ചില റിലേഷനിലാണ്. നല്ല രീതിയിലുള്ള പ്രേമമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മോശമായ റിലേഷനിലാണ്. ഇപ്പം ചെറുക്കന് കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിച്ച് വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പം മോശം ഒരു റിലേഷനിൽ ചെന്ന് ആരെങ്കിലും കുട്ടികൾ പെട്ടെങ്കിൽ അവനും രക്ഷപ്പെടും, ഈ കുട്ടിയും രക്ഷപ്പെടുന്നതിൻ്റെ വിദ്യകളുണ്ട്. അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ആവശ്യമുള്ളവർ കാണണം ഈ വീഡിയോ. പിന്നെ എന്നോട് ചോദിച്ചിട്ട് ഇത് ഏത് വീഡിയോ ആണെന്ന് ചോദിക്കരുത്. ആവശ്യമുള്ളവർ അന്നന്ന് വീഡിയോ കണ്ടോണം. നമ്മുടെ ചാനലിൽ കയറി ആവശ്യമുള്ളവർ കാണുക. എപ്പോഴും നോട്ടിഫിക്കേഷൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചാനലിൽ കയറി കാണുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളത് ആവശ്യമുള്ള കണ്ട് എഴുതി വെച്ചോണം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇതാരും ഒരിടത്തും പറഞ്ഞു തരാത്ത അതുപോലുള്ള പ്രയോജനമുള്ള കാര്യങ്ങളാണ്, അനുഭവമുള്ള കാര്യങ്ങളാണ്. ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കണം. ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടും, ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും നിങ്ങളുടെ വീട്ടിൽ. അല്ലെ ഇത് വീട്ടിലൊരു ബുക്കിൽ എഴുതി വെച്ച കാലാകാലങ്ങളായിട്ട് ഇത് ആളുകൾക്ക് പ്രയോജനപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മുടെ വീഡിയോ മലയാളീസ്, ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള മലയാളീസും വീഡിയോ കാണുന്നുണ്ട്. നല്ല കാര്യങ്ങൾ അതുകൊണ്ടാണ്. ഇപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ന്യൂസിലൻഡ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, എല്ലാം മലയാളീസ് തന്നെ. മെക്സിക്കോ ആയിക്കോട്ടെ, പിന്നെ ചില രാജ്യങ്ങളുണ്ട്, അതായത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില രാജ്യങ്ങൾ. അങ്ങനെ ഞാനിപ്പം പല മെസ്സേജുകൾ വരുന്ന പല രാജ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ജപ്പാനിൽ പോലും മലയാളീസ് നമ്മൾ വിചാരിക്കുന്ന രീതി വിളക്ക് തെളിയിക്കുന്നവരുണ്ട്. ഇപ്പം നാട്ടില് കോഴിക്കോടുള്ള, മലപ്പുറത്തുള്ള ആരോടെങ്കിലും വിളക്ക് തെളിയിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ചിലർ പറയും, സാറേ ഞങ്ങൾ രാവിലെ വിളക്ക് കത്തിക്കാറില്ല. ജപ്പാനിലുള്ള മലയാളീസ് കത്തിക്കുന്നുണ്ട്, വീഡിയോ കണ്ടിട്ടോ. അവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ട. എന്നുവെച്ചാൽ മലബാറിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ അതുപോലെ വിളക്ക് തെളിയിക്കുന്നവരുണ്ട്. പക്ഷെ ചിലർ പറയും, സാറേ ഞങ്ങൾ രാവിലെ വിളക്ക് തെളിയിക്കാറില്ല. അപ്പം ഞാൻ ശരിക്കും ചിരിക്കുക.
ഇതൊക്കെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. മലബാറിലുള്ളവരും ധാരാളം നമ്മുടെ വീഡിയോ കാണുന്ന വിളക്കൊക്കെ രാവിലെ തെളിയിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ ചിലരെങ്കിലും പറയും സാറേ ഞങ്ങൾ രാവിലെ വിളക്ക് തെളിയിക്കാറില്ല. എന്തുകൊണ്ടാണ് അറിയത്തില്ല, അതിന്റെ ഗുണം അറിയത്തില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ മെക്സിക്കോ ആയിക്കോട്ടെ, അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഉള്ള മലയാളീസ് അവരൊക്കെ വീഡിയോയിൽ നല്ല കാര്യങ്ങൾ കണ്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ മതസ്ഥരും എല്ലാ തരത്തിലുള്ള നല്ല ആളുകളും ഉണ്ട് കേട്ടോ. അവർക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, അവനവന് പറ്റുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ച് അവനവന് പറ്റുന്ന നല്ല കാര്യങ്ങൾ, എല്ലാം നല്ല പ്രാർത്ഥനകളൊക്കെ. അപ്പം അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവരാദ്യമേ പറയും സാറേ ഞാൻ ഇന്ന വിശ്വാസിയാണ്, സത്യസന്ധമായിട്ടാണ് പറയുന്നത്, പക്ഷെ എനിക്ക് പറ്റുന്ന നല്ല കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാം നല്ല നന്മയല്ലേ പറഞ്ഞു തരുന്നത്, അല്ലാതെ വേറൊന്നും പറഞ്ഞു തരുന്നില്ല. നല്ല പ്രാർത്ഥനകൾ ഈശ്വരനോട് പറഞ്ഞു തരുന്നുള്ളൂ. അവനവനോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ പരമേശ്വരനോട് നന്ദി പറയുന്നു, മുരുകനോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു. ഇതെല്ലാം അവരുടെ അറിവാണ്. പരമേശ്വരോട് നന്ദി പറയുന്നു, അഗസ്ത്യരോട് നന്ദി പറയുന്നു. ഇതൊന്നും എൻ്റെ അറിവല്ല കേട്ടോ, അതുകൂടെ പറഞ്ഞേക്കാം. ഈശ്വരൻ തരുന്ന ജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ശൂന്യതയെ ധ്യാനിക്കുന്ന മനുഷ്യനാണ്, ഒന്നുമില്ലായ്മയാണ് ധ്യാനിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം പോയി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാൻ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അത് കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ വഴിപാട് ചെയ്യുന്നതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ വേണം. വീട്ടിൽ കയറി ഇരുന്നിട്ട് വഴിപാട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പ്രയത്നവും ഈശ്വരനുള്ള പ്രാർത്ഥനയാണ്. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാനും സാധിക്കത്തില്ല. പിന്നെ ചെയ്യണമെന്നുള്ളവർക്ക് ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിനൊരു നിശ്ചിത ഫീസുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടായാലും ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ഇട്ടാൽ എനിക്കറിയാം നല്ല കാര്യം ഞാൻ പറഞ്ഞുതരും. അതിന് ഫീസ് ഇടരുത്, ഫീസ് ഇല്ല, ഇട്ടാൽ ഞാൻ തിരിച്ചിടും. ഇന്ന് ഒരാൾ ഇട്ടു ഞാൻ പറയാതെ, ഞാൻ പറഞ്ഞിനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നമ്മളൊരു കാര്യം പറഞ്ഞു തരുന്നത്, അത് ഒരു അത്യാവശ്യ കാര്യം നിങ്ങൾ ചോദിച്ചു, അത് പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു ഗുണമാകും എന്നുള്ള പ്രാർത്ഥനയല്ല, അല്ലാതെ അത് പൈസയ്ക്ക് വേണ്ടിയല്ല, ഫീസിന് വേണ്ടിയല്ല. അപ്പം ഫീസ് ഇടരുത്, ഇട്ടാൽ ഞാൻ തിരിച്ചിടും. പിന്നെ നിങ്ങളെ വിശകലനം ഡീപ്പായിട്ട് ചെയ്യുന്നതിന് ഒരു ചെറിയ ഫീസ് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ ചെയ്യാനല്ലേ ചെയ്യാതിരിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുക ഞാൻ എത്ര മണിക്കൂറുകളാണെന്നറിയാം ആളുകൾക്ക് ഇതുപോലെ ഒരാൾക്ക് ഒരു കാര്യം വെച്ച് എത്ര ആളുകൾക്കാണെന്നറിയാം ഞാൻ വാട്സപ്പിൽ കൂടെ എത്ര സമയം അതിനെടുക്കുന്നതെന്നറിയോ. എത്ര ഇപ്പം 4 ലക്ഷത്തിന് മേൽ സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോഴേ എങ്ങനെ കളിച്ചാലും എത്ര ആളുകളായിരിക്കും മെസ്സേജ് ഇടുന്നത്. ഇപ്പം എത്രയോ ആളുകൾക്കാണ് ഞാൻ ഒരു ദിവസം എത്രയോ സമയം ചെലവഴിച്ച ഓരോ അത്യാവശ്യ കാര്യം ചോദിക്കുന്നതിന് പറഞ്ഞു കൊടുക്കുന്നറിയോ. അങ്ങനെ എത്രയോ ദിവസങ്ങൾ. അതെല്ലാം ഈശ്വരന് നന്ദി പറയുന്നു. ഒന്നും എൻ്റെ കഴിവല്ല, ഈശ്വരനെല്ലാം ചെയ്യുന്ന ഈശ്വരൻ്റെ മഹത്വം. ഇതെല്ലാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി. അപ്പോഴേ ഈ നക്ഷത്രക്കാര് വീട്ടിലുണ്ടോ അല്ലെ എവിടെ ഉണ്ടോ, അവരെവിടെ ഇരിക്കുന്നോ അവിടേക്ക് അവരെ തേടി പണം വരും. കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ എന്ന് ചിലർ ചിന്തിക്കും. അതെ, നല്ല പരിപാടി തന്നെയാണ്. പക്ഷെ മുഴുവൻ കേൾക്കണം, അതിൽ കാര്യമുണ്ട്. ഞാനീ പറയുന്ന നക്ഷത്രക്കാര്, ഞാൻ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെവിടെ ഉണ്ടോ അവിടേക്ക് പണം വരും. പിന്നെ അത് പ്രയോജനപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. പ്രയോജനപ്പെടുത്താൻ, ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ഒക്കെ അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അങ്ങനെ രാശിയുള്ളവരാണ് ഈ നക്ഷത്രക്കാര്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടേക്ക് പണം വരും. ഈ ഒരു നക്ഷത്രക്കാരൻ ഒരു ഓഫീസിലുണ്ടോ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിലുണ്ടോ ആ കച്ചവട സ്ഥാപനത്തിലേക്ക് പണം വരും. ഇവരെവിടെ ഉണ്ടെങ്കിലും അവിടേക്ക് പണം വരും. പക്ഷെ അത് ഇവർക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവരൂടെ വിചാരിക്കണം, അതിനുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം, പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, പ്രയത്നം ചെയ്യണം. അല്ലെ ചിലപ്പോൾ മുതലാളിക്കായിരിക്കും ഗുണം വരുന്നത്. അല്ലെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലേക്ക് പണം വരും, പക്ഷേ ചിലപ്പം ഇവർക്കല്ലായിരിക്കും, ഇവരുടെ രാശി കൊണ്ടായിരിക്കും വീട്ടിലേക്ക് പണം വരുന്നത്. ഇവരെവിടെ ഉണ്ടെങ്കിലും അവിടേക്ക് പണം വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ചുമ്മാ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അതായത് കാലപുരുഷന്റെ, മേടം തൊട്ട് തുടങ്ങുന്ന കാലപുരുഷന്റെ 2ാമത്തെ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകയിരം. തീർന്നില്ല, ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. കുറേ നക്ഷത്രങ്ങളുണ്ട് കേട്ടോ, പറഞ്ഞു വരാം. ആദ്യം 3 എണ്ണം പറയാം, പിന്നെ 3 എണ്ണം പറയാം, പിന്നെ 3 എണ്ണം പറയാം, പിന്നെ ഇങ്ങനെ പറഞ്ഞു വരാം കേട്ടോ. അപ്പം തീർന്നൊന്നുമില്ല, മുഴുവൻ കേൾക്കണം. അപ്പോൾ ആദ്യം പറയുന്നത് മേടൻ രാശി കാലപുരുഷൻ. ആ കാലപുരുഷന്റെ മേടൻ രാശി തൊട്ട് 2ാമത്തെ രാശി വരുന്ന
നക്ഷത്രങ്ങൾ ഇടവൻ രാശി വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകേരം ഇവരെവിടെ ഉണ്ടോ അവിടേക്ക് പണം വരും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, കാർത്തികാന്ന് വിചാരിച്ചു. ഇവന്റെ അച്ഛന് പെട്ടെന്നായിരിക്കും ജോലി പ്രൊമോഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ ചിലപ്പം ഗൾഫിൽ പുതിയ ജോലി കയറും. അങ്ങ് പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. ഇവരുള്ളിടത്തേക്ക് പണം വരും. പിന്നെ പണം ഇവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇവരുടെ അതിനുവേണ്ടി പ്രയത്നിക്കണം, അല്ലെങ്കിൽ അതിന് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? വ്യക്തമാകുന്നുണ്ടോ? രോഹിണി നക്ഷത്രക്കാർ ഉള്ളിടത്തേക്കും പണം വരും. കാലപുരുഷന്റെ രണ്ടാമത്തെ രാശിയാണ്, ഇടവൻ രാശിയാണ്. ആ രാശിക്കാർക്ക് അവരിയ്ക്കുന്നിടത്ത് ധനം വരാൻ യോഗമുള്ള. അതുപോലെ മകേര നക്ഷത്രം. ഇവ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ മകേരമാണെന്ന് വിചാരിച്ചു. ആ അമ്മയുടെ ഒരു രാശി കൊണ്ട് തന്നെ ഈ മക്കൾ പോയി അങ്ങ് രക്ഷപ്പെടും. ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി അവരങ്ങ് രക്ഷപ്പെടും. ഇവരുടെ രാശി കൊണ്ടാ. അങ്ങനെ രാശിയുള്ളവരാണ്. പിന്നെ മകേര നക്ഷത്രക്കാർക്ക് അവരുടെ രാശി പ്രയോജനപ്പെടണമെങ്കിൽ ഞാനൊരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അത് ജപിച്ചു ദൈവാധീനം വർദ്ധിപ്പിക്കുക. അതല്ല, ദൈവാധീനത്തിന് വേണ്ടി ഏത് കാര്യം ചെയ്താലും മതി, ദൈവാധീനം വർദ്ധിച്ചാൽ മതി, അത് അവർക്ക് പ്രയോജനപ്പെടും. പിന്നെ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം, അത് നല്ലതാണ്. അവരുടെ ആ രാശി കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ പറ്റും. അവസാനം പറഞ്ഞുതരാം. ഇനിയും പറയാൻ പോകുന്നത് മകം, പൂരം, ഉത്രം. ഇത് കാലപുരുഷന്റെ മേടൻ രാശി തൊട്ട് എണ്ണിയാൽ 5ാമത്തെ രാശിയാണ്. ഇവരും ഇരിക്കുന്നിടത്ത് പണം വരും. ഇപ്പൊ ഒരു മകൻകാരൻ, അവൻ ചിലപ്പോൾ ഒരു ബാങ്കിലായിരിക്കും ജോലി. അവൻ ഇരിക്കുന്നിടത്ത് എന്താണേലും പണം വന്നുകൊണ്ടിരിക്കും. അല്ലെ അവനൊരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ചിലപ്പോൾ അവിടെ നല്ല കച്ചവടമായിരിക്കും, മുതലാളിക്കായിരിക്കും ലാഭം കിട്ടുന്നത്. ഇവൻ ഉള്ളിടത്ത് രാശിയുണ്ട്. അതുപോലെ ആ പൂരം നക്ഷത്രക്കാരൻ ഇരിക്കുന്നിടത്തും പണം വരും, അവൻ എവിടെ ഇരുന്നാലും. പക്ഷെ അവനത് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനൂടെ പ്രയത്നിക്കണം. അവനെ മഹാലക്ഷ്മിയെ വണങ്ങണം. അതുപോലെ ദേവീ പ്രീതിക്ക് ഈ എല്ലാ നക്ഷത്രക്കാരും ദേവീ പ്രീതിക്ക് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ പോകണം. ഭദ്രകാളിക്ക് നെയ്യും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം. കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യണം. മാസത്തിലൊന്ന് ചൈതന്യം കൂടിയ വീടിന്റെ ദൂരെയുള്ള ക്ഷേത്രം, കൃഷ്ണക്ഷേത്രം, അമ്പലപ്പുഴ, ആറന്മുള, ഗുരുവായൂര്, പത്മനാഭസ്വാമി ക്ഷേത്രം, ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകണം. ചോറ്റാനിക്കരയും പോകണം. നല്ലത്, പെട്ടെന്ന് ചേഞ്ച് ആകും. ഇനി ഉത്രം നക്ഷത്രം. ഈ ഉത്രം നക്ഷത്രക്കാർ ഇരിക്കുന്നിടത്ത് പണം വരും, പക്ഷെ പലർക്കും അത് അറിയത്തില്ല. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ഒരു അച്ഛൻ ഉത്തരവാദി വിചാരിച്ചു, മക്കൾ പോയാലും രക്ഷപ്പെട്ട് പണം വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഉത്തരം നക്ഷത്രക്കാരന് ഇപ്പോൾ ഒരു ജോലിയാണ്, ചിലപ്പോൾ ബാങ്കിലായിരിക്കും ജോലി, അവൻ ഇരിക്കുന്നിടത്ത് പണം കാണും. ഇങ്ങനെ രാശിയുള്ളവരാണ്. പക്ഷെ എല്ലാവർക്കും അത് പ്രയോജനപ്പെടണമെന്നില്ല. കാരണം എല്ലാവരും വ്യത്യസ്തമായ സമയങ്ങളിൽ ജനിക്കുന്നവരാണ്. അതിൻ്റെ ഗ്രഹങ്ങളിലെ കർമ്മദോഷവും മുൻജന്മ കർമ്മദോഷവും ഒക്കെ കാണും. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും അത് പെട്ടെന്ന് ചിലപ്പോൾ അനുഭവത്തിൽ വരണമെന്നില്ല. എങ്കിൽ പോലും ഇവർ രാശിയുള്ളവരാണ്. ദൈവാധീനം വർദ്ധിച്ചാൽ പെട്ടെന്ന് ഇവരിയ്ക്കുന്നിടത്ത് പണം വരും, ഇവർക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പം കാലപുരുഷന്റെ 5ാമത്തെ രാശി വരുന്ന രാശി ചിങ്ങൻ രാശിയിൽ, കാലപുരുഷന്റെ 5ാമത്തെ രാശിയായ ചിങ്ങൻ രാശി വരുന്ന മകം, പൂരം, ഉത്രം ഇവർക്ക് ഇരിക്കുന്നിടത്ത് പൈസ വരുമെന്നുള്ളതാണ്. ഇപ്പം ഒരു മകൻകാരൻ ഒരു മകൻകാരി ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നു. ആ സ്ഥാപനത്തിന് നല്ല കരകയറ്റം വരും, സംശയം വേണ്ട. പിന്നെ മുതലാളിക്കായിരിക്കും ചിലപ്പോൾ ലാഭം ഉണ്ടാകും. പക്ഷെ ഇവരുടെ രാശി അത് നല്ല കച്ചവടം കയറി വരും. മകമായിക്കോട്ടെ, പൂരമായിക്കോട്ടെ, ഉത്തരവായിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ നക്ഷത്രവും. പിന്നെ ഇവർക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇവരതിനു വേണ്ടി പ്രയത്നിക്കുകയും ഈശ്വരാധീനത്തിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരാധീനത്തിന് വേണ്ട ഒന്ന് ക്ഷേത്രത്തിലെങ്കിലും പോകണം. വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം, വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോകണം, മലയാള മാസം 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോകണം, അല്ലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. വ്യാഴാഴ്ച പോകുമ്പോൾ ത്രിമധുരവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കണം. വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്യ്, ഇത് ഭദ്രകാളിക്കും ചെയ്യാം, കടുംപായസം വെള്ളിയാഴ്ച രാവിലെ, ഇതൊക്കെ ആവർത്തിക്കണം. അപ്പോഴാണ് അവരുടെ ദൈവാധീനം അവർക്ക് ഉപകാരപ്പെടുന്നത്, അല്ലെ വല്ലവർക്കും ആയിരിക്കും ഉപകാരപ്പെടുന്നത്. പക്ഷെ ഇവരിയ്ക്കുന്നിടത്തേക്ക് പണം വരാൻ രാശിയുള്ളവരാ. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരിയ്ക്കുന്നിടത്തേക്ക് പണം വരാൻ രാശിയുള്ളവരാ. അത് അവർക്ക് ദൈവാധീനം കുറവാണെങ്കിലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. അവർക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ അവർക്കും പ്രയോജനപ്പെടും. അടുത്ത പറയുന്ന മൂലം, പൂരാടം, ഉത്രാടം നല്ല രാശിയുള്ള നക്ഷത്രമാണ്. ഇപ്പം ഒരു വീട്ടിലെ ഉത്രാടംകാരനുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാമ്പത്തികം വരാൻ യോഗമുണ്ട്. ഒരു പൂരാടംകാരനുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യം വരാം. ഒരു പൂരാടംകാരന് ഒരു കൃഷി ചെയ്യുന്നതിനകത്ത് ഒരു പൂരാടംകാരനെ ആ കൃഷി ഏൽപ്പിക്കുമെന്ന് വിചാരിച്ചു, അല്ലെ ഒരു മേൽനോട്ടം, അല്ലെ ഒരു ജോലിക്കാരൻ, നല്ല വിളവും ചിലപ്പോൾ നല്ല സാമ്പത്തികം കടന്നു വരും. ഇവന്റെ രാശി ഉണ്ടായി വരുന്നത്, അല്ലെ ഇവൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം. അങ്ങനെ ഇവരിയ്ക്കുന്നിടത്തേക്ക് പണം വരാൻ യോഗമുള്ളവരാ.
ഇപ്പം അത് ഇവിടെ ഇരുന്നാലും കൊള്ളാം. പക്ഷെ അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈശ്വരാധീനം വേണം, ചില കാര്യങ്ങളോട് ചെയ്യണം. അതുപോലെ മൂലംകാർ ഭയങ്കര രാശിയുള്ളവരാ പൈസ വരാൻ വേണ്ടി. പിന്നെ ഉത്രാടം ഉള്ള വീട്ടിൽ വാഹനമൊക്കെ മിക്കവാറും എങ്ങനെങ്കിലും വാഹനമൊക്കെ മേടിക്കും. വാഹനം, ഭൂമിയൊക്കെ ധാരാളം ഉണ്ടായി വരും. ഉത്രാടം ഒരാൾ മതി വീട്ടിൽ ആ നക്ഷത്രം. മനസ്സിലായില്ലേ? അങ്ങനെ രാശിയുള്ളവർ തന്നെയായത്. ഇത് കാലപുരുഷന്റെ 9ാമത്തെ രാശിയിലെ ധനുരാശി വരുന്ന നക്ഷത്രമാണ്. മൂലം, പൂരാടം, ഉത്രാടം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും പറയാൻ പോകുന്നത് അവിട്ടം, ചതയം, പൂരിരുട്ടാതി ഇവര് ഉള്ളടത്തും പൈസ വരുമെന്നുള്ളതാണ്. അത് കാലപുരുഷന്റെ 11ാമത്തെ രാശിയായ കുംഭൻ രാശി വരുന്നവരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അവിട്ടം നാളൊരു വീട്ടിലുണ്ട്, മതി, ആ വീട്ടിലേക്ക് പൈസ വരാൻ യോഗമുണ്ട്. മക്കൾ പോയി രക്ഷപ്പെട്ടു, ബിൽഡിങ്ങുകൾ പണിയുക, അല്ലെ വലിയ വീട് പണിയുക, മക്കൾ വെളിയിൽ പോയി രക്ഷപ്പെടുക, അങ്ങനെ ഒരു സ്രോതസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ചതയമായിക്കോട്ടെ, ആ വീട്ടിലേക്ക് ചിലപ്പോൾ ആ വീട്ടിലെ പിള്ളേർ പോയി രക്ഷപ്പെട്ട് പൈസ ആ വീട്ടിലേക്ക് ഇവർ ഒരിടത്ത് രാശിയുണ്ട്, അതിനൊരു രാശിയുണ്ട് ഇവർക്ക്. അതുപോലെ അവിട്ടമാണെങ്കിലും അവരിരിക്കുന്നിടത്തേക്ക് പണം വരാനുള്ള രാശിയുണ്ട്. പൂരിരുട്ടാതി ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ പണം വരാൻ യോഗമുണ്ട്. പക്ഷെ അവർ ഈശ്വരാധീനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ അവർക്കൂടെ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അവരുടെ ചെറുപ്പത്തിലെ അല്ലെ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവർ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ചെയ്യണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് മറ്റുള്ളവർക്കായിരിക്കും അവരിയ്ക്കുന്നിടത്ത് ഉയർച്ച ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഇത്രയും നക്ഷത്രക്കാർക്ക് മാത്രം ഇരിക്കുന്നിടത്തെ പണം വരത്തുള്ളൂ എന്ന് അർത്ഥമില്ല. മറ്റുള്ള നക്ഷത്രക്കാർക്കും അവർ ജനിച്ച സമയം വെച്ച് അവരിയ്ക്കുന്നിടത്ത് പണവും സമ്പത്തും ഒക്കെ വരും. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ഒരു ഈ 12 നക്ഷത്രങ്ങൾ അത് കുറച്ച് പ്രത്യേകത ഉള്ളതായിട്ട് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏത് നക്ഷത്രക്കാരാണേലും ഈശ്വരനെ വിളിച്ച് ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പണത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്താൽ മറ്റു നക്ഷത്രക്കാർക്കും വലിയ കോടീശ്വരന്മാർക്കുണ്ട്. മറ്റു നക്ഷത്രത്തിൽപ്പെട്ടവരും അവർക്കും പണം വരും. പണം വരത്തില്ലെന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ 12 നക്ഷത്രക്കാരെ കുറിച്ച് ചില കൂടുതലായിട്ട് ആവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന കാര്യം, ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു കുറിച്ചുട്ടി അടിക്കാൻ. ഈ കുറിച്ചുട്ടി അടിക്കാൻ ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിനൊക്കെ ഉപകാരിക്കും. എന്താ വെച്ചാൽ അടിക്കണം നിർബന്ധമൊന്നുമില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇടാം. അത് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളവർ കണ്ടോണം കേട്ടോ. അത് എഴുതി വെച്ച ഒരാൾക്ക് കുറിച്ചിട്ട് അടിച്ചെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു. നേരത്തെ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് നേരത്തെ പഴയ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാണുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയത്തില്ല. ഈ അടുത്ത ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആവശ്യമുള്ളവർ കാണുക. പിന്നെ സ്വർണ്ണപ്പണയം എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ന് എനിക്കൊരാൾ മെസ്സേജ് ചെയ്തു 4.5 ലക്ഷം രൂപയുടെ സ്വർണ്ണപ്പണയം ആ പറഞ്ഞ മന്ത്രം ജപിച്ച് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റി. അതിന് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തു. അവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വാട്സാപ്പിലുണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, സത്യമുള്ള കാര്യം പറയത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇത് വീഡിയോയിലൊന്ന് പറയണം, ആളുകൾക്ക് പ്രയോജനം ചെയ്യണം. അപ്പം ഞാൻ ആ മന്ത്രം ഒന്ന് ജപിക്കാം. ഈ മന്ത്രം ഇതെങ്ങനെ സാധാരണക്കാർക്ക് സാധാരണ കിട്ടുന്ന മന്ത്രമൊന്നുമല്ല, ഒരിടത്തും കിട്ടത്തില്ല. ഞാനൊന്ന് ജപിക്കാം. എന്നിട്ട് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. എന്നിട്ട് ഞാൻ അതിൻ്റെ രീതി പറയാം, ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. ഹരി ഓം ഐം ക്ലീം സൗം ചന്ദ്രലക്ഷ്മിയെ നമ, ക്രം ക്രീം സ്വർണലക്ഷ്മിയെ നമ, വം ഷങ് ടങ് റിങ് വീരലക്ഷ്മിയെ നമ, ഓം ഹങ് സൗഭാഗ്യലക്ഷ്മിയെ നമ, നൗ മൗ നടുവെഴുത്താകിയ സൂര്യലക്ഷ്മിയെ നമ, ദൈവവശ്യം ഭൂതവശ്യം രാജവശ്യം ലോകവശ്യം ജനവശ്യം സ്ത്രീവശ്യം പുരുഷവശ്യം പുത്രസമ്പദ് വശ്യം, നഗലോകത്തിലുണ്ടായ സർവ്വജീവ പ്രാണികൾ ഉൻവശമാനാർ പോൽ എൻവശമാക സ്വാഹ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. അത് അത് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ. ഇത് ജപിച്ചവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പണയൊക്കെ എടുക്കാൻ നല്ലത്. ഇതെങ്ങനെ ചെയ്യണം? രാവിലെ ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ മുന്നിൽ ഒരു പച്ചക്കർപ്പൂരം കത്തിച്ചിട്ട് ഈ മന്ത്രം വാഗുകൊണ്ട് ജപിച്ചിട്ട് കത്തിക്കുക. കർപ്പൂരം കത്തിച്ചിട്ട് ഈ മന്ത്രം വാഗുകൊണ്ട് ജപിക്കുക. ഇത് പ്രാർത്ഥിക്കുക. പിന്നെ ഈ മന്ത്രം രാവിലെ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും മനസ്സിൽ ജപിക്കുക. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് എത്ര പറ്റുമോ അത്രയും മനസ്സിൽ ജപിക്കണം. വൈകുന്നപാട് ജപിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജോലിക്കിടയിലോ നിങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിലോ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് രാവിലെ എത്രയും ജപിക്കാവോ അത്രയും മനസ്സ് ജപിക്കുക, നിത്യേന ചെയ്യുക. ഇത് സ്വർണ്ണപ്പണയം ഒക്കെ എടുക്കാൻ ഉപകരിക്കും. ഇത് ഞാൻ നേരത്തെ
പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്കറിയാം. ചിലരുണ്ട് എല്ലാ വീഡിയോയും കാണുന്നവരാന്ന് പറയും, അവരൊരു വീഡിയോ കാണുന്നുമില്ല, വല്ലപ്പോഴും ഒരെണ്ണം കാണും. അവരോടാണ് ഞാനീ പറയുന്നത്. വീഡിയോ കാണുന്നവർക്കറിയാം, പഴയ വീഡിയോ ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയൊക്കെ സ്വർണ്ണപ്പണയം എടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, സ്വർണ്ണപ്പണയൊക്കെ എടുക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇത് ആളുകൾക്ക് ഞാൻ പറഞ്ഞ ഈ മന്ത്രം. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. ആർക്കെങ്കിലും അത്യാവശ്യക്കാരന് ഉപകാരപ്പെടട്ടെ. ഒരു പെൺകുട്ടിയെ കെട്ടിക്കണം, ഒരാവശ്യത്തിനൊക്കെ ആയിരിക്കുമല്ലോ സ്വർണം വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പണയം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും അല്ല. അത് ചുമ്മാ സ്വർണം പണയം വെച്ചിരിക്കുന്നത് നമ്മൾ എടുക്കാൻ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും. ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ, അല്ലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം, ഇതിനൊക്കെ ആയിരിക്കും. അതൊക്കെ ആർക്കെങ്കിലും നടന്നു പോട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പറയുന്നത്. എന്നെ വഴി വെച്ചോണ്ട് മിണ്ടിയിലെ പോലും കുഴപ്പമില്ല, ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ, അവർക്ക് നന്മ ഉണ്ടാകട്ടെ. ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ മതി. ആ ഒരു ഇതിലായി വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്. ഇത്രയും എഴുതിയിടാൻ എനിക്ക് പിന്നെ സമയം ഉണ്ടായിട്ടാണ്. എനിക്ക് സമയം ഉണ്ടായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെടുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഈ മന്ത്രം വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഇത് ചുമ്മാ കൈവെക്കാനൊന്നും പറ്റത്തില്ല. ഇത് പറഞ്ഞു തരണമെങ്കിൽ അതിന് ഈശ്വരൻ നിശ്ചയിക്കുന്നവനെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒന്നും അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോ ഇടുന്ന ആ ഡേറ്റ് നോക്കി അറിയാം. ഇത് കഴിഞ്ഞ് ഇനി ആരെങ്കിലും പറയുമെന്ന് അറിയത്തില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്ന മാത്രമൊന്നും അല്ല ഇത്. പക്ഷേ ആ പറഞ്ഞു തരുന്ന രീതിയിൽ ചെയ്താൽ അവരുടെ ജീവിതത്തിലെ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഇത് ഒരു കൊല്ലം, ഇതിന് മനഃശുദ്ധി മതി കേട്ടോ, മനഃശുദ്ധി മതി ഈ മന്ത്രത്തിന്. പിന്നെ സ്ത്രീകൾ അശുദ്ധി ഉള്ളപ്പം ഈ മന്ത്രം വേണമെങ്കിൽ ഒഴിച്ചു നിർത്തുന്നത് നല്ലതാണ്. പക്ഷെ പ്രധാനം മനഃശുദ്ധിയാണ്. പറഞ്ഞ് മനസ്സിലായോ? അശുദ്ധി ഉള്ളപ്പോൾ ഈ മന്ത്രം വേണേ ഒഴിച്ചു നിർത്തുന്നത് നല്ലതാണ്. ജപിക്കണമെന്നില്ല. ശുദ്ധി ഉള്ളപ്പം ജപിച്ചാൽ മതി സ്ത്രീകൾ, അല്ലാത്തപ്പം ജപിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇതിന് ശരിക്കും പറഞ്ഞാൽ മനഃശുദ്ധി മാത്രം മതി. ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല, മനഃശുദ്ധി മാത്രം മതി ഈ മന്ത്രത്തിന്. ഇത് രാവിലെയാണ് ജപിക്കേണ്ടത്, വൈകിട്ട് ജപിക്കരുത്. ഒരു കൊല്ലം ജപിച്ചാൽ അയാൾക്ക് വലിയ സാമ്പത്തികം ഉണ്ടായി വരും. പിന്നെ ഇത് സ്വർണ്ണപ്പണയത്തിനൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കുറച്ച് നാൾ ജപിക്കുന്നവർക്ക് തന്നെ ഫലം കണ്ടിട്ടുണ്ട്. സ്വർണ്ണപ്പണയൊക്കെ എടുക്കാൻ പറ്റും. ഒരു കൊല്ലം ജപിച്ചാൽ വലിയ സാമ്പത്തികം വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അന്നദാനത്തിന് കൊടുക്കണം, ഒരു വിഹിതം മറ്റുള്ളവരെ സഹായിക്കണം. അങ്ങനെ സേവനത്തിന് ചെലവഴിക്കണം കേട്ടോ. എനിക്കൊന്നും തരുമൊന്നും വേണ്ട, എന്നെ കണ്ടാൽ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ചാരിറ്റിക്ക് ചെലവഴിക്കണം. പിന്നെ ക്ഷേത്രങ്ങളിലെ പുനരുദ്ധാരണത്തിന് കൊടുക്കണം, അന്നദാനം കൊടുക്കണം. ഈ പ്രായമുള്ളവരെയൊക്കെ നോക്കുന്ന ഓർഫനേജുകളൊക്കെ ഉണ്ട്. തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തടത്ത് പോയി നമ്മൾ അവിടത്തേക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ സഹായിക്കണം. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം. ഇപ്പം പക്ഷിമൃഗാദികളെ, അങ്ങനെയുള്ള അതുങ്ങൾക്കും ഷെൽട്ടർ, അതുങ്ങൾക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചാരിറ്റി സംഘടനകളുണ്ട്. ഈ പക്ഷിമൃഗാദികളെ ഒക്കെ സംരക്ഷിക്കുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന, അതിനൊക്കെ സഹായങ്ങൾ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന. കാരണം ഇത് ഒരു കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ ഭക്തിയോടെ മനഃശുദ്ധിയോടെ ചെയ്താൽ, അതോടൊപ്പം നമ്മുടെ പ്രയത്നവും കൂടെ വേണം കേട്ടോ. മന്ത്രം ചൊല്ലിയിട്ട് വീട്ടിൽ കയറി എന്നിട്ട് കാര്യമൊന്നുമില്ല. ഭക്തിയോടെ മനഃശുദ്ധിയോടെ പ്രയത്നത്തിനൊപ്പം ചെയ്തവർ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരുമെന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന കിട്ടാക്കടം കിട്ടാൻ വേണ്ടി, കിട്ടാക്കട എളുപ്പമൊന്ന് മേടിച്ചു തരും. ആരോട് ചോദിച്ചാൽ? നാഗയക്ഷിയമ്മയോട് ചോദിച്ചാൽ. നാഗയക്ഷിയമ്മയ്ക്ക് പാൽപ്പായസം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി, കിട്ടാക്കടം പെട്ടെന്ന് കിട്ടും. അത് ഞായറാഴ്ചയോ മലയാള മാസം അവസാനത്തെ ദിവസമോ നാഗക്ഷേത്രത്തിൽ പോയി ചെയ്യണം. ശരിക്കും വിളിച്ചാൽ അമ്മ മേടിച്ചു തരും. അമ്മ ആരോടും മേടിച്ചു തരും, കൊണ്ടുതരും. പിന്നെ നിങ്ങളോട് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം, നമ്മുടെ ഭാഗം ചെയ്യണം കേട്ടോ. പിന്നെ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും കിട്ടാക്കടം കിട്ടും. പിന്നെ നമ്മൾ അടുത്തുള്ള ഭദ്രകാളി അമ്മയ്ക്ക് കുളിച്ചീറനോടെ അവിടുത്തെ വിശേഷപ്പെട്ട പായസം, കടുംപായസം അരിച്ചിലൂടെ കൂടിയ പായസം നേരുക. കാശ് കിട്ടിക്കഴിയുമ്പോൾ തരാമെന്ന് പറയുക. 6 നാഴിയോ 12 നാഴിയോ ഒക്കെ അങ്ങനെ നേർന്നവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നേരുമ്പോൾ അമ്മയെ ചെല്ലണം മനസ്സ്. അപ്പോഴാണ്, ചുമ്മാ നമ്മൾ നേർന്നിട്ട് കാര്യമില്ല, ആ മനസ്സങ്ങ് ചെല്ലണം. അങ്ങനെയുള്ളവർക്കും കിട്ടാക്കടം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശിവന് തിങ്കൾ, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ വൈകുന്ന പാട്
നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് ഓം ഹ്രീം ഓം ഹ്രീം, ഒരു ഹ്രീമേ ഉള്ളൂ, ഓം ഹ്രീം നമഃശിവായ എന്ന് ജപിച്ച് പൈസ മേടിച്ചു തരണം ഭഗവാനെ എന്ന് പറഞ്ഞു. അമ്മയും ഭഗവാനും അതിൻ്റെ അകത്തുണ്ട്. കരഞ്ഞപേക്ഷിച്ച് വെച്ചാൽ അങ്ങനെയുള്ളവർക്കും പൈസ കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. അത് ആവർത്തിക്കണം. ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ അല്ലെ ഒരാഴ്ച ചെയ്യുന്നത് 3 ദിവസം ചെയ്ത് ഫലം ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഫലം ഉണ്ടാകാം. ആവശ്യമെങ്കിൽ വിശ്വാസത്തോടെ ആവർത്തിക്കുക. പിന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമം കൂടെ ചെയ്യണം, അവരോട് ചോദിക്കണം, അങ്ങനെ പരിശ്രമം കൂടെ ചെയ്യുക. പിന്നെ കദളിക്കൊല കൃഷ്ണന് നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പഴുത്ത കദളിക്കൊല, ആരും ഇരിയാത്തത്, നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. ഒരു ബുധനാഴ്ച പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ച് വ്യാഴാഴ്ച വെളുപ്പിനെ ഈ ഭഗവാനോട് ഇത് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുന്ന നല്ലതാണ്. കിട്ടാക്കടം കിട്ടാൻ നല്ലതാണ്. ഇതിൽ എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല, നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുക. ചെയ്യുന്ന വിശ്വാസത്തോടെ ചെയ്യുക. പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് ആ വിശ്വാസം ദൃഢമാകുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനിയും അതുപോലെ അയ്യപ്പന് ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് കിട്ടാക്കടം മേടിച്ചു തരാൻ പറഞ്ഞവർക്കും പൈസ കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ചട്ട അത് ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അയ്യപ്പനെ വിശ്വസിക്കണം. പിന്നെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടെ വേണം. ഇനി ഒരു കാര്യം പറഞ്ഞുതരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് ഫലം ഉണ്ടായ കാര്യമാണ്. ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ പ്രേമത്തില, നല്ല പിന്നെ ബന്ധമാണെങ്കിൽ നടന്നോട്ടെ, നല്ലതാണ്. ഇനി അതല്ല, ഈ ചെറുക്കൻ ഭയങ്കര കഞ്ചാവും മദ്യപാനിയും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനും ഒക്കെ പ്രശ്നക്കാരന്, അവർക്ക് ഈ പെണ്ണിനെ തന്നെ തോന്നുക ഈ ചെറുക്കനെ വേണ്ട എന്ന് കുറച്ച് കഴിയുമ്പോൾ ശരിയെല്ലാം തോന്നുക. അങ്ങനെ നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ, ന്യായമായിട്ടുള്ളൊരു സ്ഥിതിയാണെങ്കിൽ, ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നല്ല വഴിയാണ്. രണ്ട് കാര്യം പറഞ്ഞുതരാം. ഒന്ന്, കദളിക്കൊല നന്നായിട്ട് പഴുത്തത് അടുത്തുള്ള കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നന്നായിട്ട് പഴുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. 2, ഭദ്രകാളി അമ്മയ്ക്ക് കടുംബായുസു രക്തപുഷ്പാഞ്ജലിയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല അല്ലെ ചെമ്പരത്തി മാലയും ഗുരുതി പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. 100 രൂപ. അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. ഒരെണ്ണം ചെയ്തിട്ട് കാര്യമില്ല, രാവിലെ ചെയ്യണം. ഇനിയും പറയാൻ പോകുന്നതാണ് മൂന്നാമത്തെ കാര്യം. ഒരു കാര്യങ്ങളുണ്ട്. ഒരു ശനിയാഴ്ച രാവിലെ കുളിച്ചീറനോട് വെള്ള വസ്ത്രം കൊടുത്ത് അല്ലെ ഏതെങ്കിലും വസ്ത്രം കൊടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാലി വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാലി വെച്ച് ഇറങ്ങണം. അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാനാണ്. കുളിമുറിയെന്ന് ഇപ്പം നിങ്ങളുടെ മോളാന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്നേഹത്തിലുള്ള പയ്യൻ, നല്ല കാര്യമാണ് നടത്തുന്നതിൽ തെറ്റില്ല, നല്ലത് തന്നെ. ഇപ്പോൾ ഒരു തരത്തിലും നടത്താൻ പറ്റത്തില്ല, പെണ്ണിനും ഈ മുന്നോട്ട് പോകണം താല്പര്യമില്ല. അങ്ങനെ ന്യായമായിട്ട് അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായോ? അവർക്ക് തന്നെ തോന്നുക, അവരുടെ പെൺകുട്ടിക്ക് തന്നെ തോന്നുകയാണ് ഇത് വേണ്ട, ശരിയല്ല. അങ്ങനെ ന്യായമായിട്ട് സത്യസന്ധമായിട്ട് വേണ്ടാന്ന് അവർ നിശ്ചയിക്കുകയാണെങ്കിൽ, ഞാൻ ചെറുക്കനാണെങ്കിൽ ശല്യം ചെയ്യുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പം നമ്മൾ നല്ല പ്രാർത്ഥനയാണ് പറഞ്ഞു തരുന്നത്. ഏറ്റുമാനൂരപ്പന് പ്രദോഷ പൂജ നേരണം. ആരുടെ പേരില്ല? പെണ്ണിന്റെ പേരിലല്ല. ആ ചെറുക്കന്റെ ഒന്നുകിൽ നാളും പേരും പറഞ്ഞു ചേരുക, അല്ലെ ചെറുക്കന്റെ നാളും പേരും അറിയത്തില്ലെങ്കിൽ ആ ചെറുക്കനെ മനസ്സിൽ സങ്കല്പിച്ചു ചെയ്യുക. അവൻ വേറെ കല്യാണം കഴിച്ചു പോയിക്കോളും. ഈ കുട്ടിയും വേറെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോയിക്കോളും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് അച്ചട്ടാണ്. എന്നിട്ട് ഏറ്റുമാനൂരപ്പന് പോയി പ്രദോഷ പൂജ ചെയ്യണം. ആർക്കും പ്രശ്നമില്ല. 2 പേരും രക്ഷപ്പെടുകയും ചെയ്യും. 2 പേർക്കും സന്തോഷം. 2 പേരും രക്ഷപ്പെടും. അവരവരുടേതായ രീതി അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പം ഇതൊക്കെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ എല്ലാം ഈശ്വരനെ സമർപ്പിക്കുക. ഇനിയിപ്പം ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്തുവാണേലും, അത് ഈശ്വരൻ എന്ത് നൽകിയാലും അത് നല്ലതിന് വേണ്ടിയാണ്. അത് നമ്മൾ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിപ്പം നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, പിന്നെ ഈശ്വരൻ എന്ത് നൽകിയാലും സ്വീകരിക്കുക, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. ആർക്കും ദോഷം വരുന്ന കാര്യങ്ങളല്ല, എല്ലാവർക്കും നല്ലത് വരുന്ന കാര്യങ്ങളാണ്. പണ്ടൊരിക്കൽ ഒരു പെങ്കൊച്ചും അയൽവക്കത്തുള്ളൊരു പയ്യനുമായിട്ട് സ്നേഹമായിരുന്നു. അപ്പോൾ അവർ വീട്ടുകാരും ഭയങ്കര പ്രശ്നമായി, അടിയായി, വഴക്കായി, കയ്യാങ്കളിയായി.
ഇവരെ രണ്ടുപേരെ ഉപദേശിച്ചിട്ട് ഇവര് കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എന്നോട് വന്നേച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നടക്കട്ടെ, നല്ലതല്ലേ, നടത്തട്ടെ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അല്ല ഞാൻ വേറൊന്നും അവർ പറഞ്ഞ അതല്ല, ഈ പെങ്കൊച്ചിനും ഇപ്പം മുന്നോട്ട് പോകണമെന്നില്ല, കാരണം അത് ശരിയാകത്തില്ല, നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും അതിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് വഴിപാട് എന്തെങ്കിലും പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ ഓർക്കുന്നു, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഒരു മഴയത്താണ് അവർ കാതലിക്കല കൊണ്ടുവച്ച്. പിന്നെ പായിപ്പാട് പുത്തൻകാവൽ അമ്പലത്തിലാണ് കടുംപായസവും ചെമ്പരത്തിമാലയും രക്തപുഷ്പാഞ്ജലിയും വെള്ളിയാഴ്ച ചെയ്തത്. ചെറുക്കന് ഇംഗ്ലണ്ടിൽ വേറെ ഒരു നല്ല പെണ്ണിനെ കല്യാണം കഴിച്ച് അവൻ പോയി രക്ഷപ്പെട്ടു. പെണ്ണിനും വലിയൊരു എഞ്ചിനീയറെ, കപ്പലിലെ എഞ്ചിനീയറെ കല്യാണം കഴിച്ച് അതും പോയി രക്ഷപ്പെട്ടു. രണ്ടുപേരും രക്ഷപ്പെട്ടു, ഒരു പ്രശ്നവുമില്ല. കാരണം അവർക്ക് പറ്റുന്ന ഒരു ജീവിതം ഈശ്വരൻ കൊടുത്തു, അത് നല്ലതേ കിട്ടത്തുള്ളൂ. ഇനി അതല്ല ഇവർക്ക് ഇതാ നല്ലതെങ്കിൽ ഈ കല്യാണം നടക്കും, പ്രേമിക്കുന്ന തന്നെ നടക്കും. അതല്ല അവർക്ക് വേറൊരിതാണ് നല്ലതെങ്കിൽ അത് ഈശ്വരൻ കൊടുക്കും, എന്താണേലും സ്വീകരിക്കുക. ഒരു പ്രാർത്ഥനയത്, അത്രയേ ഉള്ളൂ. നമ്മളൊരു വഴിപാട് ചെയ്യുന്ന ഈശ്വരനുള്ള നല്ലതിലുള്ള പ്രാർത്ഥനയല്ലേ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരുന്ന കാര്യം. അപ്പം ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മൾ വിശ്വസിക്കണം, ഈശ്വരനെ, നന്മയെ വിശ്വസിക്കണം. അല്ലാതെ കുറേ മനസ്സിൽ ടെൻഷനായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതുപോലെ ഡൈവേഴ്സ് ആകാൻ വേണ്ടി ചിലർ പറയും ഞങ്ങൾക്ക് ഡൈവേഴ്സ് ആകണ്ട, ഇത് യോജിച്ച് പോകണം. അങ്ങനെ ശിവന് ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിൽ വൈകുന്നപാട് തുമ്പപ്പൂ ഇലയില്ലാതെ ചെറിയ തൂശനില വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഡൈവേഴ്സിന്റെ വക്കി വരെ എത്തിയവർ യോജിച്ചു പോയിട്ടുണ്ട്. അത് ഹൈന്ദവ ജാതിയിൽ തന്നെ ഉള്ളവരല്ല, പലരും ഉണ്ട്, ആർക്കും ചെയ്യാം. അതുപോലെ ഡൈവേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ഇത് ചെയ്താൽ മതി. ശിവന് തുമ്പപ്പൂ ഇലയില്ലാതെ ചെറിയ തൂഷനിലെ വെച്ച് ഭഗവാനോട് പറഞ്ഞാൽ ഡൈവേഴ്സ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഇഷ്ടമാണ്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഭഗവാൻ ഡൈവേഴ്സ് വേണം. പിന്നെ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. വൈകുന്ന പാട, രാവിലെയല്ല ശിവക്ഷേത്രത്തിൽ, ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഭക്തിയും വിശ്വാസം പോലെ ഫലം വരുന്നതും വരാത്തതും താമസിച്ചു വരുന്നതും നേരത്തെ വരുന്നതുമൊക്കെ നിങ്ങൾക്ക് അതൊരു വിശ്വാസവും കൂടെ വേണം. ഇതെല്ലാം നല്ല കാര്യങ്ങൾ, ആവശ്യമുള്ളത് ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക, ഈശ്വരനെ വിളിക്കുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നന്മയാണ്, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ചിന്തയായിരിക്കണം എപ്പോഴും. ഈശ്വരൻ എന്ത് നൽകിയാലും അത് നല്ലതാണെന്ന് ചിന്തിക്കുക. ഇപ്പൊ നിങ്ങളൊരു കദളിക്കൊല വെച്ചിട്ട് ആ പ്രേമിക്കുന്ന ഒരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് അവർക്ക് നല്ലതാണ്, അതായ ഈശ്വര നിശ്ചയം. ഇനി അതല്ലെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ വേറെ വിവാഹത്തിലേക്ക് പോയി രണ്ടുപേരും രണ്ട് വഴി പോയി രക്ഷപ്പെടും. രണ്ടുപേർക്കും പറ്റിയ വിവാഹം നടക്കും വേറെ. ഇതെന്തായാലും നമ്മുടെ ഈശ്വരനെ സമർപ്പിക്കുക, അവിടെ നൽകുന്നത് എന്തായാലും സ്വീകരിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. എല്ലാം നല്ല കാര്യങ്ങളാണ്. ശരിയായിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.